Hello everyone. In the previous class, we were talking about James Hopkins and his famous concepts in escape and in stress. In this class, we will begin with T.S. Eliot. മോഡേണിസം അല്ലെങ്കിൽ മോഡേൺ ഏജിലെ പ്രധാനപ്പെട്ട പോയറ്റ്സിലെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അല്ലെ, നമ്മൾ ജി.എം. ഹോപ്കിൻസിനെ ആയാലും W.B. Yeatsനെ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. നൗ മോഡേണിസം എന്ന ഒരു മൂവ്മെൻറ്റിനെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു പോയറ്റിലേക്കാണ് വരുന്നത്. ദാറ്റ് ഈസ് T.S. Eliot. മേജർ വർക്ക്സ് ഓഫ് T.S. Eliot ആർ ദ വേസ്റ്റ്ലാൻഡ്, ഫോർ ക്വാർട്ടറ്റ്സ്, Prufrock and Other Observations, The Hollow Men and Ash Wednesday. These are the major works of T.S. Eliot. Wasteland, Four Quartets, Prufrock and Other Observations. ആ പോയത്തിനൊരു അല്ലെങ്കിൽ ഒരു പോയട്രി കളക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് വർക്ക് ഓഫ് പോയട്രി റിട്ടൺ ബൈ T.S. Eliot. Prufrock and Other Observations. The Hollow Men, Ash Wednesday. These are the major poems. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. T.S. Eliot ആക്ച്വലി ഒരുപാട് വർക്ക്സ് ഉണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്ക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് നോക്കാനുണ്ട്. ഇൻ ദിസ് സെഗ്മെൻറ്റ് വി വിൽ ടോക്ക് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ പോയറ്റിക്കൽ കരിയർ ഓഫ് T.S. Eliot, or we talk about T.S. Eliot as a poet. Now, the most important work, the most popular work of T.S. Eliot is The Wasteland. അല്ല, ഒരു പക്ഷേ ഡിഗ്രി PG സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും മാറ്റി നിർത്താത്ത ഒരു പോയം ആണ് T.S. Eliotൻ്റെ വേസ്റ്റ്ലാൻഡ്. കാരണം മോഡേണിറ്റി എന്താണ് എന്ന് ആ ഒരൊറ്റ പോയം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും. ഏതൊക്കെ രീതിയിലാണ് പഴയ കവിതകളിൽ നിന്നും പഴയ നറേറ്റീവ് സ്റ്റൈൽസിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് T.S. Eliot പുതിയതായിട്ടുള്ള ഒരു രീതി, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയൊരു രീതി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. So the wasteland is based on Arthurian legend of the Fisher King. So it is based on the Arthurian legend of the Fisher King, and the poem is divided into 5 parts. The 5 parts are the burial of the dead, the game of chess, the fire sermon, death by water, and what the thunder said. This is very important. പല തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. They might ask you to chronologically arrange these 5 parts, അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ആക്കുക. പോയത്തിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, ഓർഡർ ദീസ് 5 parts of T.S. Eliot's poem The Wasteland as it appears in the poem എന്നൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പോൾ അത് ഏതാണ് ആദ്യം വരുന്നത്, കൃത്യമായിട്ട് ആ ഓർഡർ തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ പഠിക്കുക. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ T.S. Eliot. T.S. Eliotൻ്റെ നോട്ട് ഇൻ T.S. Eliot, ഇൻ വേസ്റ്റ്ലാൻഡ്. വേസ്റ്റ്ലാൻഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതിൻ്റെ അല്യൂഷൻസ് ആണ്. അല്ല, ഒരുപാട് ആളുകളെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് പ്രീവിയസ് വർക്ക്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് വർക്ക്സുമായിട്ടുള്ള റെഫറൻസുകളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. Now we will look at some of the major characters of T.S. Eliot's Wasteland. Tiresias, Madame Sosostris, Fisher King, Phlebas. Phlebasൻ്റെ ഫുൾ നെയിം ഉണ്ട്, Phlebas the Phoenician എന്നാണ് പറയാം. Then Mr. Eugenides. ഇത്രയും പേരാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ദ ടൈപ്പിസ്റ്റ് പോലെയുള്ള പിന്നെയും ആളുകളുണ്ട്. എനിവേ, ദീസ് ക്യാരക്ടേഴ്സ് നെയിംസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാരക്ടേഴ്സ് നെയിം ആയിരിക്കാം ഒരു പക്ഷേ ചോദ്യമായിട്ട് വരുന്നത്. സോ അത് ഓർമ്മിച്ചിരിക്കുക. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് വേസ്റ്റ്ലാൻഡ്, ദാറ്റ് ഈസ് അല്യൂഷൻസ് ഇൻ ദ വേസ്റ്റ്ലാൻഡ്. അല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരുപാട് അല്യൂഷൻസ് ഉണ്ട്. ഇത്രയേറെ അല്യൂഷൻസുള്ള മറ്റു വർക്ക് കാണാൻ വേണ്ടി പറ്റും, പ്രത്യേകിച്ച് പോയട്രി കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഓരോ വരികളും ഒരു പക്ഷേ മറ്റൊരു പ്രീവിയസ്ലി എഴുതപ്പെട്ട അറിയപ്പെട്ട മറ്റൊരു വർക്കിൻ്റെ റെഫറൻസ് ആയിരിക്കും. അത്രയേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റിച്ചാർഡ് വാഗ്നേഴ്സ് ഒപ്പേറാസ്. റിച്ചാർഡ് വാഗ്നർ ഒപ്പേറസ് എഴുതിയിരുന്ന അല്ലെങ്കിൽ ഒപ്പേറ എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെയേറെ മ്യൂസിക്കൽ എലമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഡ്രാമാസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്ന റിച്ചാർഡ് വാഗ്നർ, അദ്ദേഹത്തിൻ്റെ ഒപ്പേറാസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ ആൽഡസ് ഹക്സ്ലി, ദ മോഡേൺ നോവലിസ്റ്റ്, ഹു റോട്ട് നോവൽസ് ലൈക്ക് ബ്രേവ് ന്യൂ വേൾഡ്. അല്ലേ, ഫേമസ് ആയിട്ടുള്ളൊരു ഡിസ്റ്റോപ്പിയൻ നോവലാണ് ബ്രേവ് ന്യൂ വേൾഡ്.
അതുപോലെ പോയിൻറ്റ് കൗണ്ടർ പോയിൻറ്റ് എന്ന് പറയുന്ന നോവലുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ക്രോം യെല്ലോ എന്ന നോവലുമായിട്ടാണ് ഈ ഒരു പോയത്തിൽ റെഫറൻസ് ഉള്ളത്, ക്രോം യെല്ലോ. നൗ ചാൾസ് ബൗഡ്ലെയറിൻ്റെ വർക്ക്സുമായിട്ട് റെഫറൻസ് ഉണ്ട്. ചാൾസ് ബൗഡ്ലെയർ ഇസ് എ ഫേമസ് ഫ്രഞ്ച് പോയറ്റ്. ദെൻ Dante is the famous Italian poet who wrote works like Divine Comedy. Anyway, the two works, ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം, which of the following works of Dante has got a reference in T.S. Eliot's Wasteland? The answer is Inferno and Purgatorio. ഇത് രണ്ടും പോയമായിട്ടാണ് റെഫറൻസ് ഉള്ളത്. ദെൻ ഇതേപോലെ ജോൺ വെബ്സ്റ്റർ, ഫേമസ് ജക്കോബിയൻ ഡ്രമാറ്റിസ്റ്റാണ്, ജക്കോബിയൻ ട്രാജഡി എഴുതിയിട്ടുള്ള റൈറ്റേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ 2 വർക്ക്സും ഇവിടെ റെഫർ ചെയ്യപ്പെടുന്നുണ്ട് വേസ്റ്റ്ലാൻഡിൽ. ദാറ്റ് ഈസ് ദ വൈറ്റ് ഡെവിൾ ആൻഡ് ദ ഡെവിൾസ് ലോക്കേസ്. അല്ലെ, രണ്ടിലും ഡെവിൾ വരുന്നുണ്ട്. ഡെവിൾ വരുന്ന 2 പേരുകളാണ് എന്ന് ആലോചിക്കുക, ദ വൈറ്റ് ഡെവിൾ ആൻഡ് ദ ഡെവിൾസ് ലോക്കേസ്. നൗ തോമസ് മിഡിൽട്ടൺസ് 2 works that have reference in Wasteland are Women Beware Women and A Game at Chess. Women Beware Women and A Game at Chess are the 2 works that got a reference in Wasteland. Then തോമസ് മിഡിൽട്ടൺ നേരത്തെ വെബ്സ്റ്ററുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഫേമസ് റൈറ്ററാണ്. ദെൻ ഷേക്സ്പിയർ, നൺ അതർ ദാൻ ഷേക്സ്പിയർ. അല്ല, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഷേക്സ്പിയറിൻ്റെ ഏതൊക്കെ വർക്ക്സാണ് വേസ്റ്റ്ലാൻഡിൽ വന്നിട്ടുള്ളത് എന്നാണ്. ഒരുപക്ഷെ ഈ 4 പേര് കറക്റ്റ് ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 തന്നിട്ട് സെലക്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇല്ലാത്ത ഏതെങ്കിലും തന്നിട്ട് അത് കണ്ടെത്താൻ പറയും, അങ്ങനെയൊക്കെ വരും. എനിവേ, ഷേക്സ്പിയറിൻ്റെ 4 plays ആർ ദെയർ, അല്ലെ, 4 പ്ലേസിൻ്റെ റെഫറൻസ് ഉണ്ട്. ഹാംലെറ്റ്, ദ ഗ്രേറ്റ് ഹാംലെറ്റ് ഉണ്ട്. ദെൻ ടെമ്പസ്റ്റ് ഉണ്ട്. ദെൻ 2 റോമൻ പ്ലേസ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആൻഡ് കൊറിയോലാനസ്. സോ ഹാംലെറ്റ്, ടെമ്പസ്റ്റ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആൻഡ് കൊറിയോലാനസ്, ഈ 4 പ്ലേസിൻ്റെ റെഫറൻസാണ് വേസ്റ്റ്ലാൻഡ് ഉള്ളത്. ദെൻ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, അല്ലേ, മറ്റൊരുപാട് റെഫറൻസുകൾ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു കൃതിയാണ് പാരഡൈസ് ലോസ്റ്റ്, ഇവിടെയുമുണ്ട്. ദെൻ ഓവിഡ്, റോമൻ പോയറ്റ് ഓവിഡ്സ് മെറ്റാമോർഫോസിസ് ഇസ് ദെയർ. എഡ്മണ്ട് സ്പെൻസേഴ്സ് പ്രൊഥലാമിയൻ ഇസ് ദെയർ. ആൻഡ്രൂ മാർവൽസ് മെറ്റഫിസിക്കൽ പോയം ടു ഹിസ് കോയ് മിസ്ട്രസ് ഇസ് ദെയർ. ആൻഡ് ജെസ്സി എൽ വെസ്റ്റൻസ് ഫ്രം റിച്വൽ ടു റൊമാൻസ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വർക്കാണ്. അതിലാണ് ഈ ഫിഷർ കിങ് ഒക്കെ വരുന്നത്. ഫിഷർ കിങ്ങിൻ്റെ ഒരു ലെജൻഡൊക്കെ വെസ്റ്റ്ലാൻഡിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളത് ജെസ്സി എൽ വെസ്റ്റൻ്റെ ഫ്രം റിച്വൽ ടു റൊമാൻസ് എന്ന വർക്കാണ്. അപ്പോൾ ഇത്രയും അല്യൂഷൻസ് ഓർമ്മിക്കുക, കാരണം ഇത് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയയാണ്. The next point I have given there is I.A. Richards referred to T.S. Eliot's writing style as poetic shorthand. This one you should remember. The question might be like, who referred to T.S. Eliot's writing style as poetic shorthand? That is I.A. Richards, പ്രാക്ടിക്കൽ ക്രിട്ടിക് എന്നറിയപ്പെടുന്ന ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒക്കെ ഒരു പയനീർ ആയിട്ടുള്ള I.A. Richards ആണ് T.S. Eliotൻ്റെ റൈറ്റിങ്ങിനെ പോയറ്റിക് ഷോർട്ട് ഹാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Next point is about another poetry collection of 4 quartets. 4 quartets, T.S. Eliot's poetry collection consisting of 4 poems, including Burnt Norton, East Cocker, Dry Salvages and Little Gidding. So these are the 4 poems in പേരിൽ തന്നെയുണ്ട് 4 quartets. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ I already told you about the 5 different parts of Wasteland, അല്ലേ? ഗെയിം ഓഫ് ചെസ്, ബറിയൽ ഓഫ് ദി ഡെഡ്, അതിൻ്റെ ഓർഡർ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുക. 4 quartets.